So next is moment of inertia of rectangle. നമ്മൾ സെൻട്രോയിഡിൽ പഠിച്ച പോലെ തന്നെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയിലും ജനറൽ ഷേപ്സിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പഠിച്ചിരിക്കണം. സോ അതിൽ റെക്റ്റാങ്കിളിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം എങ്ങനെയാണ് കിട്ടണേന്നുള്ളത്. സോ നമ്മളൊരു റെക്റ്റാങ്കിൾ കൺസിഡർ ആണ് ഓഫ് ബ്രെഡ്ത്ത് ബി ആൻഡ് ഡെപ്ത് ഡി. ഇതിൽ നമ്മളൊരു സ്ട്രിപ്പ് കൺസിഡർ ആണ്. ഓക്കെ, ഒരു സ്ട്രിപ്പ് പാരലൽ ടു ദി എക്സ് ആക്സിസ്, അതിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയുന്നത് dy, and that strip is at a distance y from the x-axis. So we can write the area of the strip small dA as dA is equal to b into dy, and we know that നമ്മൾ x-axisലേക്കുള്ള moment of inertia ആണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണത്. So we can write Ixs is equal to y square dA. Okay, Ixx is equal to y square dA, that is second moment of area ആണ് എടുക്കണേ. എനിക്ക് ടോട്ടൽ ഏരിയ കിട്ടാൻ you have to integrate it. സോ ഞാൻ കൺസിഡർ ചെയ്യണ ആക്സസ് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആക്സസ് ഇപ്പോൾ കൺസിഡർ ചെയ്യണത് സെൻട്രോയിഡൽ ആക്സസ് ആണ്. സോ സെൻട്രോയിഡൽ ആക്സസ് എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ കൂടെ ആയിരിക്കും പാസ് ചെയ്യുക. കാരണം റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഈ ബോട്ടത്തിൽ നിന്ന് d/2, അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് b/2. സോ സെൻറ്ററിലാണ് പാസ് ചെയ്യണത്. ഓക്കെ, സോ എൻ്റെ എക്സ് ആക്സിസ് സെൻറ്റർ കൂടെ പാസ് ചെയ്യുമ്പോൾ എൻ്റെ ലിമിറ്റ് ഞാൻ ഇൻ്റഗ്രൽ കൊടുക്കുമ്പോൾ ലിമിറ്റ് ഇറ്റ് വിൽ വേരി ഫ്രം -d/2 ടു d/2. ഈ എൻ്റെ -d/2 ഈ ടോപ്പ് d/2 ആണ്. ഓക്കെ, എന്നാലാണ് ടോട്ടൽ നമുക്ക് d എന്നുള്ള ഡെപ്ത് കിട്ടണത്. സോ വി റൈറ്റിംഗ് ഇൻ്റഗ്രൽ -d/2 d/2 y സ്ക്വയർ ഇൻറ്റു ഡി എനെ പകരം ബി ഡി വൈ എന്ന് ഇട്ടു. ഓക്കെ, ഇതിൽ ബി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ബി പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. യു വിൽ ഗെറ്റ് Ixx ആസ് BD³/12. ഓക്കെ, സോ ഏത് ആക്സിസിലേക്കാണോ പാരലലായിട്ട് പോണത് അവിടെയാണ് BD³/12 വരും. ഇനി Iyy കണ്ടുപിടിക്കാൻ നമ്മൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാണ്, വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ദി y ആക്സിസ്. സോ വെർട്ടിക്കൽ സ്ട്രിപ്പിൻ്റെ ഏരിയ വിൽ ബി d ഇൻറ്റു dx, ആൻഡ് വി നോ ദറ്റ് Iyy is equal to x square dA, that is x square into d into dx. ആൻഡ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ d ഇൻറ്റു ഇൻ്റഗ്രൽ x സ്ക്വയർ dx എഴുതാണ്. ഓക്കെ, സോറി ഇൻ്റഗ്രൽ x സ്ക്വയർ dx. ഇനി ഇവിടെ ഇൻ്റഗ്രൽ കൊടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ലിമിറ്റ് ഇറ്റ് വേരീസ് ഫ്രം ഈ പോയിന്റ് -b/2 ആൻഡ് ഇവിടെ b/2. സോ -b/2 ടു b/2 ആണ് വേരി ചെയ്യണ ലിമിറ്റ്, ഇൻ്റഗ്രൽ ലിമിറ്റ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് dB³/12. സോ Ixx is equal to BD³/12 ആൻഡ് Iyy is equal to dB³/12. ഇത് പഠിച്ചു വയ്ക്കണം. ഈ രണ്ട് കിട്ടിയ വാല്യൂസ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ദി സെൻട്രോയിഡൽ ആക്സിസ്. നോ സപ്പോസ് വി നീഡ് ടു ഫൈൻഡ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദി ആക്സിസ് AB. സെൻട്രോയിഡൽ ആക്സിസ് അല്ല, എനിക്ക് ഈ ബേസ്, ഈ റെക്റ്റാങ്കിളിൻ്റെ ബേസിലേക്കുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് വേണ്ടത്. ഇവിടെയാണ് ഞാൻ എൻ്റെ ട്രാൻസ്ഫർ ഫോർമുല അല്ലെങ്കിൽ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണത്. സോ ഇവിടെ IAB വിൽ ബി ഈക്വൽ ടു IG പ്ലസ് AH². സോ എ ബി എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലേക്കാണ് പാരലായിട്ട് പോണത്. സോ എൻ്റെ IG എന്ന് പറയുന്നത് Iyy ആണ് Ixx ആണ് എടുക്കേണ്ടത്. സോ ഇവിടെ എന്ത് വരും? BD³/12. എൻ്റെ Ixx എന്ന് പറയുന്നത് BD³/12 ആയിരുന്നു. BD³/12 പ്ലസ് ഏരിയ എന്ന് പറയുന്നത് B ഇൻറ്റു ഡി. H എന്ന് പറഞ്ഞാൽ H എന്ന് പറയുമ്പോൾ ഈ ഒരു സെൻട്രോയിഡൽ ആക്സിസും ഈ ബേസും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എൻ്റെ H, ദാറ്റ് ഈസ് d/2. സോ ഇവിടെ d/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് BD³/3. ഓക്കെ, സോ ഇതിൽ മെയിനായിട്ട് പഠിച്ചു വയ്ക്കേണ്ടത് Ixxഉം Iyy ആണ്, ദാറ്റ് ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു ദ സെൻട്രോയിഡൽ ആക്സിസ്. ഓക്കെ, സോ ഇനിയുള്ളത് കുറച്ച് സ്റ്റാൻഡേർഡ് ഷേപ്സും ആ സ്റ്റാൻഡേർഡ് ഷേപ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരണ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് വൈ ആക്സിസും പിന്നെ രണ്ട് എഡ്ജസ്. ഓക്കെ, അപ്പോൾ IAB BD³/12 ആണെങ്കിൽ IAC എന്ന് പറയുന്നത് BD³/3 ആണെങ്കിൽ IAC എന്ന് പറയുന്നത് dB³/3 എന്ന് വരും.
ഇനി ഇതേപോലെ തന്നെ ട്രയാങ്കിളിൽ എടുക്കുകയാണെങ്കിൽ IXX will be BH cube by 36 and IRR will be BH cube by 4. IRR എന്ന് പറയുന്നത് ഈ ടോപ്പ്, IAB എന്ന് പറയുന്നത് ഈ ബോട്ടം, ദാറ്റ് ഇസ് BH cube by 12. സോ ഈ വാല്യൂസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. എന്നാൽ നമുക്ക് സോൾവ് ചെയ്യാൻ വെച്ചാൽ കോമ്പോസിറ്റ് ഫിഗേഴ്സ് വരുമ്പോൾ സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. സർക്കിളിൻ്റെ കേസിൽ πd⁴/64 എന്ന് വരും IXXും IYY. സെമി സർക്കിളിൻ്റെ കേസിൽ IYY എന്ന് പറയുന്നത് πd⁴/128, IXX will be 0.11 r⁴, and IAB ബേസ് ആണെങ്കിൽ πd⁴/128. ഇതേപോലെ തന്നെ ക്വാർട്ടർ സർക്കിളിൻ്റെ ഉണ്ട്, എലിപ്സിൻ്റെയും പഠിച്ചു വയ്ക്കുക. ഓക്കെ.